സരോജിനിയമ്മയും മകൻ വിഷ്ണുവും താമസിച്ചിരുന്ന വീടാണിത്. എന്നാൽ ഇന്ന് ആ വീട്ടിൽ അവരില്ല. അവർ രണ്ടുപേരും മരിച്ചിട്ട് ഇന്നൊരു വർഷമായി. മകന് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരമ്മയായിരുന്നു സരോജിനിയമ്മ. മകൻ വിഷ്ണുവിന് 28 വയസ്സായിരുന്നു. സരോജിനിയുടെ ഭർത്താവ് അവരുടെ കൂടെ ഇല്ല. ഭർത്താവ് സരോജിനിയമ്മയെ ഉപേക്ഷിച്ച് പോയിട്ട് 15 വർഷമായി. മൂത്തയിടത്തെ രാഘവൻപിള്ളയുടെ മകളാണ് സരോജിനിയമ്മ. 6 ആങ്ങളമാർക്ക് ഒരു പെങ്ങൾ. അതുകൊണ്ടാണ് രാഘവൻപിള്ള തൻ്റെ സ്വത്തിൻ്റെ വീതം സരോജിനിയമ്മയ്ക്ക് കൊടുത്ത് വേറൊരു വീട്ടിലേക്ക് പോകാൻ അച്ഛൻ സമ്മതിച്ചില്ല. സരോജിനിയമ്മയെ വിവാഹം കഴിച്ച ആ മനുഷ്യൻ ഇവിടെ താമസിക്കുന്നുള്ള കണ്ടീഷനിലാണ് ആ വിവാഹം നടന്നത്. എന്നാൽ അദ്ദേഹം മദ്യപാനിയായിരുന്നു. ഭാര്യയുമായിട്ട് ദിവസവും ശണ്ട ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ സ്വരച്ചേർച്ചയില്ലാത്ത ഒരു രീതിയിലുള്ള ജീവിതമായിരുന്നു അവിടേത്. അയാൾക്ക് മദ്യപിക്കുവാൻ സരോജിനിയമ്മ കാശ് കൊടുക്കണമായിരുന്നു. വസ്തുവിൻ്റെ ഒരു ഭാഗം ആ മനുഷ്യൻ വിറ്റു. അത് കുടിച്ച് അയാൾ തീർത്തു. പലപ്പോഴും സരോജിനിയമ്മയായിട്ട് വഴക്കും വക്കാണവുമായി. 2 പ്രാവശ്യം അയാൾ അവിടുന്ന് പിണങ്ങിപ്പോയതാണ്. ഒടുവിൽ ആങ്ങളമാരും അച്ഛനുമെല്ലാം ചേർന്ന് വീണ്ടും അയാളെ വിളിച്ചുകൊണ്ട് ആ വീട്ടിൽ നിർത്തി. എന്നാൽ സരോജിനിയമ്മയ്ക്ക് ആ മനുഷ്യനോട് ചേർന്ന് പോകാൻ ഒരു വിധത്തിലും ഒക്കത്തില്ലായിരുന്നു. കാരണം ഒരു ദിവസവും മദ്യപിക്കാതെ ആ മനുഷ്യൻ വീട്ടിൽ കയറി വരത്തില്ല, ഒരു ജോലിയും ചെയ്യത്തില്ല. പറമ്പിലെ ആദായങ്ങൾ അത് കൊണ്ടുപോയി, കാരണം തേങ്ങയുണ്ട്, റബ്ബറുണ്ട്, മറ്റുള്ള ആദായങ്ങളൊക്കെ ആ പറമ്പിലുണ്ട്. അപ്പോൾ ഒരു പണിയും ചെയ്യാതെ കിട്ടുന്നത് കൊണ്ട് കുടിച്ചിട്ട് സന്ധ്യയാകുമ്പോൾ വീട്ടിൽ വരിക, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കുക. ആ അമ്മയ്ക്കും മകനും അല്പം പോലും സമാധാനം അയാൾ കൊടുത്തിട്ടില്ല. അവസാനം ഒരു ഗതിയില്ല വന്നപ്പോൾ സരോജിനിയമ്മ പറഞ്ഞു, എനിക്ക് നിങ്ങളെ വേണ്ട, നിങ്ങൾ എവിടെയെങ്കിലും പോയിക്കോ, നിങ്ങളെ ഒരു സഹായം എനിക്ക് വേണ്ട, ഞങ്ങളെ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിച്ചാൽ മതി. അങ്ങനെ ഒരു ദിവസം അയാൾ അവിടുന്ന് പോയി. എന്നാൽ 15 വർഷമായിട്ട് അയാൾ എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. അയാൾ പോയത് സരോജിനിയമ്മയ്ക്ക് യാതൊരു പ്രയാസവുമില്ല. കാരണം തനിക്കും തൻ്റെ മകനും സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ, സമാധാനമായിട്ട് ജീവിക്കാമല്ലോ, പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതമായിരിക്കണം തങ്ങൾക്കെന്ന് ആ അമ്മ ആഗ്രഹിച്ചു. മകന് വേണ്ടി മാത്രമാണ് ആ അമ്മ ജീവിച്ചത്. കൂടുതൽ ആരോടെയും ഇടപഴകുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ആങ്ങളമാരൊക്കെയും വന്ന് അവരെ കയറി വന്ന് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. കാരണം ആ ആങ്ങളമാർക്ക് ഈ ഒരു പെങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആങ്ങളമാർക്കൊക്കെയും ഈ പെങ്ങളോട് താല്പര്യമായിരുന്നു. എന്നാൽ മകൻ വിഷ്ണു അടുത്തുള്ള സ്കൂളിൽ ജോലിയായിരുന്നു. വിഷ്ണുവിനോട് പലരും പറഞ്ഞു ഒരു വിവാഹം കഴിക്കുവാൻ. പക്ഷേ കൂടുതൽ ആരോടും സംസാരിക്കുകയോ ആരോടും ഇടപഴകുകയോ അങ്ങനെ ഒരു കൂട്ടുകാരോ അങ്ങനെയുള്ളതായ ഒരു രീതിയും ഈ വിഷ്ണുവില്ല. സ്കൂളിൽ പോവുക, പഠിപ്പിക്കുക, അത് കഴിഞ്ഞ് വീട്ടിൽ വരിക, വീട്ടിൽ നിന്ന് പിന്നെ പുറത്തിറങ്ങില്ല, പിന്നെ പിറ്റേ ദിവസം ഇറങ്ങുള്ളൂ. അങ്ങനെ ആരുമായിട്ടും യാതൊരു സഹകരണമോ ബന്ധമോ ഇല്ലാത്ത ഒരു സ്വഭാവക്കാരനായിരുന്നു. ആ അമ്മ പലപ്പോഴും പറഞ്ഞു, മോനെ എനിക്ക് പ്രായമായി വരികയാണ്, നീ ഒരു വിവാഹം കഴിക്കുക, എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിന്നെ നോക്കാൻ ആരുണ്ട്? ഇതൊന്നും വിഷ്ണു ചെവിക്കൊണ്ടില്ല. ഒരു ദിവസം സരോജിനിയമ്മ മകനെ വിളിച്ച് പറഞ്ഞു, എനിക്കിന്ന് അത്യാവശ്യമായിട്ട് ഉടൻ വരെ പോകണം, നീ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്ന് ആഹാരം കഴിക്കും. കാരണം വിഷ്ണു ആഹാരം കൊണ്ടുപോകുകയല്ല, വീട്ടിൽ വന്നേ കഴിക്കുകയുള്ളൂ, വെളിയിൽ നിന്നും ആഹാരം കഴിക്കത്തില്ല. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു. എന്നാൽ കുട്ടികളെ നല്ലവണ്ണം പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ സരോജിനിയമ്മ പറഞ്ഞു, ഒന്നുകിൽ നീ ചോറ് കൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ, അല്ലെങ്കിൽ നീ വീട്ടിൽ വന്ന് കഴിക്കുക. കാരണം ആ വിഷ്ണുവിന് ഒരു ബൈക്കുണ്ട്, ആ ബൈക്കിലാണ് പോവുകയും വരികയും ചെയ്യുന്നത്. അന്ന് രാവിലെ ഇതുപോലെ സരോജിനിയമ്മ മകന് കാപ്പി കൊടുത്തു. മകൻ സ്കൂളിലേക്ക് പോകുന്നത് കണ്ടേച്ചാണ് ഈ അമ്മ ആ യാത്ര പോയത്. സന്ധ്യയോട് അടുക്കാറായപ്പോഴാണ് ആ അമ്മ യാത്രയും കഴിഞ്ഞ് വരുന്നത്. കാരണം മകനെ വല്ലതും കഴിച്ചോ, എന്ത് ചെയ്യുന്നു, ആ മകനെക്കുറിച്ചുള്ളൊരു ആദിയും ആവലാതിയുമായിരുന്നു ആ അമ്മയുടെ മനസ്സിലെപ്പോഴും. മനസ്സിന് എപ്പോഴും പ്രയാസമാണ്, മകന്
ഒന്നും സംഭവിക്കരുതെന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ആ അമ്മയ്ക്കുള്ളായിരുന്നു. സന്ധ്യാകാറായി സരോജിനിയമ്മ വന്നിട്ട് ആ, വീട്ടിലെ ലൈറ്റുകളോ കാര്യങ്ങളോ വെട്ടങ്ങളോ ഒന്നുമില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ സരോജിനിയമ്മ കതക് തള്ളി തുറന്നു നോക്കിയപ്പോൾ ആ മകൻ ആ തറയിൽ രക്തം ഛർദ്ദിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സരോജിനിയമ്മ അവിടെ കിടന്ന് ബഹളം വെച്ചു, അവിടെ കിടന്ന് കരഞ്ഞ് വിളിച്ചു. അടുത്തുള്ളവരും ആ സരോജിനിയമ്മയുടെ ആങ്ങളമാരും ഒക്കെ ഓടി വന്നു. നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. വിഷ്ണു രക്തം ഛർദ്ദിച്ച് മുറിയിൽ കമന്ന് കിടക്കുന്നു. എന്താണ് സംഭവിച്ചത്? ആ അമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ സാധിച്ചില്ല. അമ്മ അലറിക്കരഞ്ഞു, എൻ്റെ മോനെ, ഞാൻ ഇനി ആർക്കാടാ ജീവിക്കുന്നത്, ആർക്ക് വേണ്ടിയാടാ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ അവിടുന്ന് എടുത്തിയാടി ഓടിച്ചെന്ന് മുറ്റത്തുണ്ടായിരുന്ന ഒരു കിണറ്റിലേക്ക് എടുത്തിയാടി. ആ അമ്മയും ആ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു.